So welcome back to another episode of ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്കാണ്. പക്ഷേ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം അത് നാച്ചുറലായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ ടൈപ്പ് ചെയ്യണം എന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ച് വെച്ചേക്കുന്നത്. സോ അതിന് നമ്മൾ ഹെയർ സ്റ്റൈലൊന്നും പ്രീ പ്ലാൻഡ് അല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് അരളിയും അതുപോലെ നമ്മുടെ മുല്ലപ്പൂവിൽ കുറച്ച് ചെറിയ ബഡ് റോസുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അങ്ങനെ 2 സെറ്റ് ഫ്ലവേഴ്സ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. സോ എപ്പോഴും ചെയ്യുന്ന പോലെ ഐ മേക്കപ്പാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഐലിഡ്സ് കൺസീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമ്മളൊരു കാജൽ അല്ലെങ്കിൽ നമുക്കൊരു ഐ പെൻസിൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് മേളിലോട്ടൊരു സെമി സ്മോക്കി പോലെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഷിമ്മറി ആയിട്ടുള്ള ഒരു ഐ ഷാഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷിമ്മറി ഷെയ്ഡ്സ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കോസ്റ്റ്യൂം എന്താണോ അതിനോട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിൽ വേണം ചൂസ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കാം. ആക്ച്വലി ലെൻസ് വെക്കാൻ മറന്നുപോയതാണ്. ലെൻസ് നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ വെക്കാം, ഇൻ ദ മിഡിൽ ഓഫ് അവർ മേക്കപ്പിൽ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണമെങ്കിലും ലെൻസ് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒരു 1 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലർ എടുത്തിട്ട് നമ്മുടെ ജസ്റ്റ് ഈ ഐബ്രോസിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനിൽ മാത്രം ചെറിയൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കളക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഡിഫൈൻ ചെയ്ത് നമ്മുടെ ഐബ്രോസ് നിൽക്കും. എന്നാൽ നമുക്ക് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യത്തുമില്ല. സോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഐ മേക്കപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫേസിലേക്കാണ്. അപ്പോൾ ഫേസിൽ നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലയൻസിന് ചെറിയൊരു കുറച്ച് പോസ് ഉണ്ടായി. അപ്പോൾ ആ പോസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് ബെനഫിറ്റിൻ്റെ പോർ മിനിമൈസർ പ്രൈമറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സോ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൺസീലിംഗ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്കിൻ ടോണിനെക്കാളും ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഒരു കൺസീലർ കൊണ്ട് അണ്ടർ ഐസ് മാത്രം നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ബേസ് മേക്കപ്പ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. കാരണം എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ അബ്സോർബ് ചെയ്തെടുക്കും. അതുപോലെ ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്. സിമ്പിൾ മേക്കപ്പിൽ കോൺടോറിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം നോസ് കട്ടും ചീക്ക് ബോൺസ് കട്ടൊക്കെ മാത്രം ചെയ്താൽ മതി. അത് നിർബന്ധമില്ല നമുക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഇംഗ്ലോട്ടിൻ്റെ കാജൽ കൊണ്ടിട്ട് ജസ്റ്റ് വാട്ടർ ലൈൻസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ബ്രൗണും നമ്മളുടെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് കാജലും കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് താഴത്തോട്ടും കൂടി ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ആ ഐസൊക്കെ ഒന്ന് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി താഴെയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടി കൊടുത്തിട്ട് നമ്മുടെ ഈ എൻറ്റയർ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എപ്പോഴും ആലോചിക്കുക, നമ്മൾ നാച്ചുറൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐക്കൺ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഹെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു മെസ്സി ആയിട്ടുള്ള ഒരു ബൺ ക്രിയേറ്റ് ചെയ്യാനാണ് ലാസ്റ്റ് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്യാനും നമുക്ക് ഈസിയാണ്. നമ്മൾ ജസ്റ്റ് അതും കൂടി ഒന്ന് ജസ്റ്റ് നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. ലൈക്ക് നമ്മളൊരു പോണിറ്റെയിൽ പോലെ നമ്മൾ ബാക്ക് സൈഡിലൊരു ബൺ കെട്ടിയിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഹെയർസ് ഇതുപോലെ സെപ്പറേഷൻ ചെയ്യുക. ബാക്കിലുള്ള നമ്മുടെ ബാലൻസ് ഹെയർ നമ്മളൊരു പോണിറ്റെയിൽ കെട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഹെയർ എടുക്കുക. അതൊന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. താഴെ ഒരു ബാൻഡ് ഇട്ടിട്ട് കുറച്ച് ഹെയർസ് ഒന്ന് പുൾ ഔട്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സ് പോലെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് യൂപിൻസ് വെച്ച് സെക്യൂർ ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അരളിയുടെ നമ്മുടെ പൂവും കൂടി വെച്ച് നമ്മൾ സെറ്റിംഗ് സ്പ്രേയും കൂടി കൊടുത്ത് ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി നമ്മൾ ഫിക്സ് ചെയ്തു. ബാക്കി നമ്മൾ എക്സസ് ആയിട്ടുള്ള ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ടത് ജസ്റ്റ് ഒന്ന് നമ്മൾ അയണർ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ കേൾസ് പോലെ ഒരു വേവി കേൾസ് പോലെ കൊടുത്തിടാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വൺ സൈഡ് ഒരുപാട് ഹെയർസ് ഉള്ള ആ ഒരു സൈഡ് കംപ്ലീറ്റ്ലി നമ്മൾ അയച്ചിട്ട് ഭയങ്കര മെസ്സി ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലുള്ള ഹെയർസ് മാത്രം ഒന്ന് ബാക്ക് ട്വിസ്റ്റിങ് ചെയ്തിട്ടിട്ട് അതൊന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഇയേഴ്സിൻ്റെ സൈഡിലേക്ക് പിൻ ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എൻറ്റയർ കംപ്ലീറ്റ് നാച്ചുറൽ മേക്കപ്പ് ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ലുക്ക്? അപ്പോൾ നിങ്ങൾക്കിത് നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക താഴെ. അതുപോലെ എന്ത് മേക്കപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ഡേ ടു ഓൾ മൈ വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.